സ്നാനമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ സ്നാനം. നിങ്ങൾ റെഫറൻസിൽ എഴുതി കാണും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യമാണത്. എന്നിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തൊന്ന് വായിക്കണം. ഞാൻ തൊട്ടോ പറഞ്ഞു പോവുകയുള്ളൂ, വിസ്തരിക്കാൻ നമുക്ക് സമയമില്ല. മത്തായിയുടെ ശേഷം 3:11 വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമക്കാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. കണ്ടോ, ഇത് യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു വാക്കാണ്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ മുകൾ ഭാഗം താഴ്ത്ത് വായിച്ചാൽ അത് മനസ്സിലാകും. ഇല്ല, ഈ പ്രസ്താവന കേൾക്കുമ്പോൾ തന്നെ അതാര് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ ത്തിലെ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്, എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽപ്പിക്കും. അപ്പോ ഇവിടെ 2 തരം സ്നാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. 1 പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, 2 തീയിലുള്ള സ്നാനം. ഇത് രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നായിട്ട് വിചാരിക്കരുത്. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുക, അതാണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്. അപ്പൊ ആത്മദാനം കൊണ്ട് ഒരുവൻ അവസാനിപ്പിച്ച് കളയരുത്. അത് ആദ്യത്തെ സംഭവമാണ്. നമ്മൾക്ക് ദൈവം ആത്മാവിനെ തരുന്നു, നമ്മളെല്ലാം അത് പ്രാപിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആത്മാവിനെ ദാനമായി ദൈവം തന്നാൽ അതുകൊണ്ട് അവസാനിപ്പിക്കരുത്. അടുത്തത് നമ്മള് ആത്മസ്നാനത്തിലേക്ക് കടക്കണം, അല്ലേ? ആത്മസ്നാനം, ബപ്റ്റിസോ, സ്നാനപ്പെടുക എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ബപ്റ്റിസോ എന്ന പദം. ബപ്റ്റിസ്മ എന്നാണ് സത്യത്തിൽ സ്നാനം എന്നുള്ളത് ഗ്രീക്ക് നാമം. ബപ്റ്റിസോ എന്നാണ് അതിന്റെ ക്രിയാരൂപം. ബപ്റ്റിസോ എന്ന് പറഞ്ഞാൽ സ്നാനം കഴിപ്പിക്കുക, അല്ലെങ്കിൽ സ്നാനപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ബപ്റ്റിസോ. ഈ സത്യത്തിൽ ഈ ബപ്റ്റിസോ ആ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ ബാപ്റ്റിസം എന്ന പദം നേരിട്ട് ഗ്രീക്കിൽ നിന്ന് വന്നതാണ്. ബാപ്റ്റിസം. ഈ ബാപ്റ്റിസോ എന്ന പദമുണ്ടല്ലോ, ക്രിയാപദം, ഉണ്ടായത് ബാപ്റ്റോ എന്നൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ബാപ്റ്റോ ആണ് ഇതിന്റെ മൂലം. ബാപ്റ്റോയിൽ നിന്നാണ് ബപ്റ്റിസോ, കേട്ടോ. ബപ്റ്റിസോ അഥവാ ബപ്റ്റിസ്മ എന്ന് നമ്മൾ പറഞ്ഞ പദം ഉണ്ടായത്. ബപ്റ്റിസോ എന്ന് പറഞ്ഞാല് BAPTIDSO, കേട്ടോ. ബപ്റ്റിസോ അത് ക്രിയയാണ്, വെർബാണ്. BAPTIDSO, ബപ്റ്റിസോയാണ്, കേട്ടോ. ബപ്റ്റിസോ അത് ഒരു അവിടെ വരണം. ബപ്റ്റിസോ. ഈ ബാപ്റ്റോ എന്ന മൂലപദത്തിൽ നിന്നാണ് ഈ പദം ഉണ്ടായത്. ബാപ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബാപ്റ്റോ എന്നുള്ള ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ടു ഡിപ്പ് ഇൻ, മുക്കിത്താഴ്ത്തുക എന്ന പദത്തിന്റെ അർത്ഥം. മുക്കിത്താഴ്ത്തുക. നമ്മൾ ഈ ബാപ്റ്റിസോ അതുകൊണ്ടാണ് നമ്മള് വേർപെട്ടവർ പെന്തിക്കോസ്തുകാര് നിമഞ്ജന സ്നാനമാണ് നമ്മൾ അംഗീകരിക്കുന്നത്, അല്ലെ? പല വിധത്തിലുള്ള സ്നാനമുണ്ട്, അല്ലെ? വെള്ളം തളിക്കുന്ന സ്നാനമുണ്ട്, വെള്ളം കോരി ഒഴിക്കുന്ന സ്നാനമുണ്ട്, നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന സ്നാനമുണ്ട്, കൊടിയുടെ കീഴെ കൂടെ പറഞ്ഞു വിടുന്ന സ്നാനമുണ്ട്. നിങ്ങൾ അങ്ങനെ പല സ്നാനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. നമ്മൾ അംഗീകരിക്കുന്നത് നിമഞ്ജന സ്നാനം, നിമഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞ മുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ ബാപ്റ്റോ എന്ന് പറഞ്ഞ ക്രിയാപദം ഉണ്ടല്ലോ, പഴയ കാലങ്ങളിൽ ഈ തുണിയും മറ്റും ചായം മുക്കാൻ വേണ്ടി
നിറമുള്ള വെള്ളത്തിനകത്ത് മുക്കിയിടുന്നതിനെ വിളിക്കുന്ന പേര്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? പണ്ട് ഇന്നത്തെ പോലെ കളർ കൊടുക്കാനുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രത്യേക മരത്തിന്റെ കറയും അതിന്റെ പൂവും കറയും ഒക്കെ ചേർത്തൊരു തരം ചായമുണ്ടാക്കും. അതിനകത്ത് ഒരു പക്ഷെ ചിലപ്പോൾ കല്ലും ഒക്കെ ചേർത്തേക്കാം. അങ്ങനെ ചായം കലക്കിയിട്ട് തുണി, നെയ്തെടുക്കുന്ന തുണിയാണല്ലോ, അത് മുക്കിയിട്ടേക്കുക. അപ്പൊ തുണി വെള്ളത്തിൽ മുങ്ങിക്കിടന്നെങ്കിലേ അതിനകത്ത് നിറം വരൂ കേട്ടോ. കുറച്ചു ഭാഗം പൊങ്ങിയിരുന്ന അത്രയും ഭാഗത്ത് നിറമില്ലാതെ പോകും. അപ്പൊ മുങ്ങിത്താഴണം എന്ന് പറഞ്ഞാൽ തുണി വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് തുണിക്ക് മീതെ വെള്ളം വരണം. തുണിക്ക് മീതെ, അതാ സ്നാനം. അതുകൊണ്ടാണ് നമ്മൾ ഈ നിമഞ്ജിപ്പിക്കുക എന്ന് പറയുന്നത്. നിമഞ്ജന സ്നാനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കോരി ഒഴിക്കുന്നതും തളിക്കുന്നതും അല്ല നമ്മൾ അംഗീകരിക്കുന്നത്. നമ്മള് വെള്ളത്തിനകത്ത് മുങ്ങണം. മുങ്ങിയാ പോരാ, തലയ്ക്ക് മുകളിൽ കൂടെ വെള്ളം വരണം. അപ്പൊ വെള്ളത്തിനകത്ത് നമ്മൾ മുങ്ങണം, വെള്ളം നമ്മുടെ തലയ്ക്ക് മീതെ വരണം. എന്റെ പൊന്നെ, ചിലതിനെയൊക്കെ അങ്ങനെ മുക്കാൻ വലിയ പാടാ കേട്ടോ. എന്റെ ശുശ്രൂഷയിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ചിലത് മുങ്ങുകയല്ല, ബലം പിടി നിൽക്കും, കമ്പി പോലെ. പിന്നെ എന്നാ ചെയ്യുന്നറിയോ, ഞങ്ങൾ ഉപദേശിമാർക്കപ്പെട്ടത് പാടേ. പിന്നെ എന്താണെന്നറിയോ, ഞങ്ങൾ കാല് രണ്ടും അകറ്റി ചവിട്ടിയിട്ടേ കയ്യിൽ എടുത്തൊരടി ഒരു മുക്കൂടങ്ങ് മൂക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ, വേദപുസ്തകത്തിൽ പറയുന്നത് മുക്കണമെന്ന് തന്നെയാ. തലയ്ക്ക് മീതെ വെള്ളം വരണമെന്ന്. ചിലത് മുങ്ങുകയല്ല. ഞാൻ ഒരിക്കലും ഒരു സഹോദരനെ 3 പ്രാവശ്യം മുക്കേണ്ടി വന്നു. കാരണം ഈ 2 പ്രാവശ്യം ഇവ മുങ്ങിയില്ല. അവനൊരു ഡഫ് ആൻഡ് ഡംബായിരുന്നേ. 10-18 വയസ്സായപ്പോഴാണ് മുങ്ങാൻ വരുന്നത്. ഡഫ് ആൻഡ് ഡംബ, ഊമയാ. എനിക്ക് അങ്ങനെയുള്ളവരോട് സംസാരിക്കാനോട്ട് അറിയാനും മേല. അതുകൊണ്ട് സ്നാനം എങ്ങനെയാണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും ഒക്കെ അവന്റെ അപ്പൻ മുഖാന്തരം ഞാൻ അവനോട് വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പനെയും മകനെയും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ മുക്കുന്നത്. അപ്പനെയും മകനെയും അമ്മയും ഒരുമിച്ചാണ് മുക്കുന്നത്. അപ്പൊ ഈ പയ്യനോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പനെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു ആക്ഷനിൽ. ഞാൻ പറഞ്ഞു കൊടുക്കും, അപ്പൻ ആക്ഷൻ കാണിച്ചു കൊടുക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നെല്ലാം നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ട് സ്നാനക്കുളത്തിലോട്ട് ഇറങ്ങി. ധാരാളം ആളുകൾ കാണാൻ വന്ന് നിൽപ്പുണ്ട്. സ്നാനത്തൊട്ടിയിലായിരുന്നു കേട്ടോ. ഏതായാലും ആറ്റിലോ കുളത്തിലോ ഒന്നും അല്ലായിരുന്നു, സ്നാനത്തൊട്ടിയിലായിരുന്നു. ഇവനെയും കൊണ്ട് ഇറങ്ങി. ഇവൻ ഇറങ്ങുമ്പോഴേ ഇവൻ വിറയ്ക്കുന്നു. അപ്പൊ കൈകൂപ്പി വന്നപ്പോ ഞാൻ ആ കയ്യെ കയറി പിടിച്ചപ്പോഴേ ഇവൻ വിറയ്ക്കുന്നുണ്ട്. 10-18 വയസ്സുണ്ടെന്ന് പറഞ്ഞാലും വെള്ളത്തോട് പേടിയാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേ എനിക്ക് തോന്നി ഇത് പെശകാകുമെന്ന്. ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ സ്നാനപ്പെടുത്തെന്ന് പറഞ്ഞൊരു മുക്കിയിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയോ, എന്നെ കൊതറി തല പൊക്കിക്കൊണ്ടെന്ന് പോയി. മുങ്ങിയില്ല. കരയിൽ നിന്നവരെല്ലാം ചിരിച്ചു. എനിക്കങ്ങ് വിഷമായി. നമ്മുടെ ശുശ്രൂഷ അഭാഗമാകല്ലേ. ഞാൻ പിടിച്ച് 2ാമത് ഒന്നുകൂടെ മുക്കി. അപ്പോഴും അവൻ ബലം പിടിച്ച് മുങ്ങിയില്ല. പിന്നെ ഞങ്ങള് ഭാഷന്മാർക്കും ചില തന്ത്രങ്ങളൊക്കെ അറിയാം. ഞാൻ നിന്നടത്തിൽ നിന്ന് കാല് ഇച്ചിരി അകറ്റി അങ്ങ് ചവിട്ടി. അല്ലെ ഞാനും താഴെ വീട് മുങ്ങുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ 2 കൂടെ ഒരുമിച്ച് സ്നാനപ്പെട്ടാൽ അതൊന്നും മോശമല്ലേ. ഞാൻ 2 കാലും ഇച്ചിരി അകറ്റി അങ്ങോട്ട് ചവിട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, ഇട്ടിച്ച് ബലപ്പെട്ട് അവൻ കമ്പി പോലെ നിന്ന് വളഞ്ഞില്ല. എടുത്തൊരു മുക്കങ്ങ് മുക്കി. എന്റെ സർവ്വ ബലവും പിടിച്ചു. അന്നൊക്കെ ആയതുകൊണ്ടും ചെറുപ്പമായിരുന്നു കൊണ്ടും അങ്ങനെയൊക്കെ നടന്നു. ഇന്നായിരുന്നു എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നില്ല അതൊക്കെ. അങ്ങനെ ഞാൻ മുക്കി കയറ്റി വിട്ടു. അപ്പൊ മുങ്ങണം. അങ്ങനെ ആരെങ്കിലും മുങ്ങാത്തതുണ്ടോ? തല മുങ്ങാത്ത വല്ലവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ ശരിയല്ല കേട്ടോ. നിങ്ങൾ മുങ്ങിയത് ശരിയല്ല. മൊത്തം മുങ്ങണം. അപ്പോ എനിക്ക് ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാമോ, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് വെള്ളം തലയ്ക്കു മീതെ വരണം. അതിനെയാണ് ബപ്റ്റിസോ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് ബപ്റ്റിസോ അല്ല കേട്ടോ. ഈ തളിക്കുകയും കോരി ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേറെയാ പറയുന്നത്. ഈ റാൻറ്റിസ്മോസ് എന്നാണ് ഈ തളിക്കുന്നതിനെ ഗ്രീക്കിൽ പറയുന്നത്. റെയിനോ എന്നാണ് ഈ ഒഴിക്കുന്നതിനെ പറയുന്നത്. അപ്പൊ ആ പദം ഒന്നും അല്ലല്ലോ നമ്മൾ ബപ്റ്റിസോ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. റാൻറ്റിസ്മോസ് എന്നോ റെയിനോന്നോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. സ്നാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ബപ്റ്റിസോ എന്ന ആ പദമാണ് ആത്മാവിനെ കുറിച്ച് പറയാനും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ ആത്മാവിൽ സ്നാനപ്പെടുത്തും.
അപ്പൊ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയോ? ആത്മാവിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആത്മാവാകുന്ന വെള്ളത്തിലേക്ക് നമ്മളെ മുക്കുകയും വെള്ളം തലയ്ക്കുമീതെ കവിയുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കല്ലേ. അപ്പൊ ഞാൻ ഒരിക്കൽ പ്രാപിച്ചു, ഒന്നോ രണ്ടോ വാക്കുകൾ അന്യഭാഷയിൽ ഞാൻ ഉരുവിട്ടു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. അടുത്തതിലേക്ക് നമ്മൾ കടക്കണം. അടുത്തതിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവാകുന്ന വെള്ളത്തിൽ, ആത്മാവ് വെള്ളമാണെന്ന് വെച്ചോ, അതൊരു പ്രതീകമാണ്. ആത്മാവിനെ വെള്ളമൊന്നും പറയുമല്ലോ. അപ്പൊ ആത്മാവിൽ ഒരുവൻ മുങ്ങണം. അപ്പൊ അത് രണ്ടാമത്തെ പടിയാണ് കേട്ടോ. ഇത് കുറേശ്ശെ സംഭവിക്കുന്നത്. അപ്പൊ ആദ്യം ആത്മീക ദാനം ലഭിച്ചു. ചിലപ്പോ അപ്പോൾ തന്നെ ആത്മസ്നാനവും നടക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ പ്രാപിച്ചവരാണ്. പ്രാപിച്ച അന്ന് തന്നെ ആത്മാവിൽ മുങ്ങിക്കൊളിച്ച് എന്ന് പറഞ്ഞാൽ വളരെ മണിക്കൂറുകളോളം ആത്മാവിൽ നൃത്തം ചെയ്ത് പ്രവചനങ്ങളും ദൂതുകളും ഒക്കെ പറഞ്ഞ് ദർശനങ്ങളൊക്കെ കണ്ട് പലരോടും വന്ന് എഴുന്നേറ്റ് ദൂത് പറഞ്ഞു. അങ്ങനെ ആത്മാവിൽ ഒരു വ്യക്തി ആത്മദാനം പ്രാപിക്കുമ്പോൾ തന്നെ ആത്മസ്നാനത്തിലേക്കും വഴി നടത്തപ്പെടാം. ഇതിന് സമയം വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത് രണ്ടാമത്തെ അനുഭവമാണ്, മറ്റൊരനുഭവമാണ്. ആത്മദാനമല്ല, ആത്മസ്നാനം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒത്തിരി വിവരിക്കാൻ നേരമില്ല. അതുകൊണ്ട് നല്ലൊരു ദൈവശാസ്ത്ര ഗ്രന്ഥം നിങ്ങൾ വാങ്ങി അത് കുറെ കൂടെ ആഴമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആത്മസ്നാനം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. അവൻ നിങ്ങളെ വെള്ളത്തിലും തീയിലും സ്നാനം കഴിപ്പിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ തീയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിഴലല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രതീകമല്ല. തീ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണല്ലോ അഗ്നി അഭിഷേകം, അല്ലെ? തീ കൊണ്ട് അഭിഷേകം. അങ്ങനെ ഒരു പാട്ടുമുണ്ടല്ലോ, തീ പോലെ ഇറങ്ങണേ, അല്ലേ? ആത്മനദി പോലെ ഞങ്ങളുടെ പെയ്യണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന പാട്ടുകളുണ്ട്. സത്യത്തിൽ അതൊന്നും ദൈവശാസ്ത്രത്തെ കുറിച്ച് ആധികാരികമായ അറിവുള്ളവർ എഴുതിയതല്ല. അതുകൊണ്ട് അതിൽ ചില അപാകതകളുണ്ട്. തീ പരിശുദ്ധാത്മാവിന്റെ നിഴലല്ല. പരിശുദ്ധാത്മാവിന്റെ നിഴലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളായിട്ട് പലതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തീയ്, വെള്ളം, പ്രാവ്, അല്ലെ? അങ്ങനെ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് പ്രതീകമായിട്ട്, കാറ്റ്, എണ്ണ, ഇതെല്ലാം പരിശുദ്ധാത്മാവിന് പ്രതീകങ്ങളായിട്ട് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചു. കാറ്റുണ്ട്, എണ്ണയുണ്ട്, തീയുണ്ട്, വെള്ളമുണ്ട്, പ്രാവുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രതീകം കേട്ടോ, സിംബലാണ്. പരിശുദ്ധാത്മാവിന്റെ സിംബലാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥത്തിൽ അത് റെഫർ ചെയ്യുക. എന്നാൽ അതുകൊണ്ട് വേദപുസ്തകത്തിൽ തീ എന്ന് കാണുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു കളയരുത്. വെള്ളം എന്ന് കാണുന്നതെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾ പറയരുത്. പ്രാവെന്ന് പറയുന്നിടത്ത് എല്ലാം പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾ പറയരുത്. പറഞ്ഞു മനസ്സിലായി? അത് ഈ പ്രതീക പഠനം വളരെ അപകടം പിടിച്ചതാണ്. എന്താണ് അവിടെ അർത്ഥമാക്കുന്നതെന്ന് ചുഴിഞ്ഞ് ചിന്തിച്ചിട്ടേ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാവൂ. ചിലർക്ക് പറ്റുന്ന എന്നാന്നറിയാവോ? എണ്ണയെന്ന് പറഞ്ഞാൽ പിന്നെ എണ്ണയെല്ലാം കാണുന്നിടത്തെല്ലാം എണ്ണയെല്ലാം എന്താന്നാ പറയുന്നേ? പരിശുദ്ധാത്മാവാണെന്നാ പറയുന്നേ. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ 10 കന്യകമാരുടെ ഉപമ. കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ? 10 കന്യകമാരുടെ ഉപമ, അല്ലേ? അവര് വിളക്കെടുത്തു, 10 കന്യകമാര് വിളക്കെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട കന്യകമാരോട് സാദൃശ്യം എന്ന് പറഞ്ഞാണല്ലോ കർത്താവ് ആ ഉപമ പറയുന്നത്. അപ്പൊ 10 പേരും വിളക്ക് കൊണ്ടുവന്നു, അല്ലേ? 10 പേരും വിളക്ക് കൊളുത്തി. എന്നാൽ എന്ത് ചെയ്തു? അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ 10 പേരും വിളക്ക് കൊളുത്തി. അപ്പൊ 10 പേരുടെയിലും വിളക്കുണ്ടായിരുന്നേ. പക്ഷേ അവിടെ സംഭവിച്ചൊരു വ്യത്യാസം. 5 പേരുടെ വിളക്കിൽ എന്തില്ലായിരുന്നു? എണ്ണയില്ലായിരുന്നു. 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. ഇത് നമ്മൾ എന്തായിട്ടാ വ്യാഖ്യാനിക്കുന്നത്? ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാ വ്യാഖ്യാനിക്കുന്നത്? നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളിലെല്ലാം ദൈവദാസന്മാർ, അതാ ഞാൻ പറഞ്ഞത്, പഠനമില്ലാത്ത, ദൈവജനത്തെ കുറിച്ച് അറിവില്ലാത്ത ദൈവദാസന്മാരെല്ലാം
ആത്മാവായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആത്മനിറവില്ലാത്തവരാരും മണവാളന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. അപ്പൊ നമ്മൾ വിളക്കോട് കൂടി എന്തെടുക്കണമെന്നാ പറയുന്നത്? എണ്ണ എടുക്കണം, അഥവാ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചേ, അല്ലേ? അങ്ങനെ അത് എണ്ണ പരിശുദ്ധാത്മാവാണെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവാണെന്ന് വെച്ചു ആണെങ്കിൽ അവിടെ പറ്റുന്ന ഒരു അപകടമുണ്ട്. അപ്പൊ 5 പേര് എണ്ണ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അവരുടെ വിളക്ക് കെട്ടുപോയപ്പോഴത്തേക്ക് അവര് എണ്ണയുള്ള 5 ബുദ്ധിമതികളോട് ചോദിച്ചു, നിങ്ങളുടെ എണ്ണയിൽ ഞങ്ങൾക്കും കുറച്ച് തരാൻ പറഞ്ഞു, വായ്പ തരാൻ പറഞ്ഞു. അപ്പൊ അവിടെ വേറൊരു അപകടം കിടപ്പുണ്ട്. അങ്ങനെയാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് വായ്പ വാങ്ങാവുന്ന അർത്ഥമില്ലേ? അല്ലേ? എനിക്ക് ഇച്ചിരി കുറവാണ്, ഷായി സാറിനോട് ചോദിച്ചാൽ ഇച്ചിരി തരുമല്ലോ എനിക്ക് ആത്മാവിനെ. പറ്റുമോ സെലിനെ? കുറച്ച് നമുക്ക് വായ്പ വാങ്ങിക്കാൻ പറ്റുമോ? പാസ്റ്ററോട് വായ്പ വാങ്ങിക്കാൻ നോക്കുവോ? അപ്പം കണ്ടോ, പറ്റിയല്ല. ഞങ്ങൾക്കും കുറച്ച് തരാൻ പറഞ്ഞു. അപ്പം ബുദ്ധിയുള്ളവർ എന്നാ പറഞ്ഞു? നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഏതോ ഒരു ഏജൻസി ഇവിടെ ഉണ്ടെന്ന് വരും. അതെവിടെയാ? പരിശുദ്ധാത്മാവിന്റെ ഹോൾസെയിലും റീറ്റെയിലും വിൽപ്പനശാല എവിടെയാ ഉള്ളത്? ഇവിടെ. അത് എവിടെ ചെന്നാ വാങ്ങിക്കുന്നേ? പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ആരാ? നമ്മുടെ കർത്താവ് ഒഴികെ വേറെ ആരിൽ നിന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റുകയില്ല. അപ്പൊ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ ചെന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അവരെവിടെയാ പോയേ? അപ്പൊ ആത്മാവാണെങ്കിൽ ആത്മാവിനെ വിൽക്കാൻ പറ്റുമെന്നൊരു ധ്വനി അവിടെ വന്നു. വിൽക്കുന്നവരുടെ അടുക്കെ പോയി. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുമ്പനാട്ടായിരിക്കും പോയത്, അതോ ഇനി മുളക്കടയിലാണോ എന്ന് എനിക്കറിയത്തില്ല, അതോ പുനലൂരും പോകാം. അവിടെയാണോ ആത്മാവിനെ വിൽക്കുന്നത്? ആത്മാവിനെ വിൽക്കാൻ പറ്റുമോ? വാങ്ങിക്കാൻ പറ്റുമോ? ഏതായാലും ഒരു കാര്യം വാസ്തവാണേ, മണവാളൻ വന്നു, കന്യകമാര് ബുദ്ധിയുള്ളവര് പോയി, പിന്നെ മറ്റേ കന്യകമാര് വന്നു, പിന്നെ മറ്റവരും വന്നു. അപ്പൊ അവരെങ്ങനാ വന്നേ? ആത്മാവിനെ മേടിച്ചോണ്ടല്ലേ വന്നേ, എണ്ണ മേടിച്ചോണ്ടല്ലേ വന്നേ. അപ്പൊ അവർക്ക് ആത്മാവിനെ കിട്ടി. അപ്പം കർത്താവ് അറിയാതെ, അപ്പൊ കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോയി എന്നല്ലേ നമ്മൾ പഠിപ്പിക്കുന്നേ? ബുദ്ധിയുള്ളവരെ കൊണ്ടുപോയില്ല, അപ്പൊ കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോയി. കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആത്മാവിനെ ഈ ഭൂമിയിൽ വിതരണം ചെയ്യാൻ ആർക്കാ അധികാരം? സഭയങ്ങ് പോയെന്നേ. ദൈവാത്മാവ് സഭയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെങ്ങനെ ആത്മാവിനെ കിട്ടുന്നു ഇവിടെ? കണ്ടോ? അതുകൊണ്ട് ഈ ബോധമുള്ളവരാരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നത് കൊണ്ട്, ഈ ചോദ്യം ചോദിക്കാഞ്ഞത് കൊണ്ട് നമ്മുടെ ഉപദേശിമാരെല്ലാം രക്ഷപ്പെട്ടു നിൽക്കുക. അപ്പോ അവിടെ എണ്ണയെന്ന് കണ്ട ഉടനെ ദയവ് ചെയ്ത് പരിശുദ്ധാത്മാവെന്ന് വ്യാഖ്യാനിച്ച് വിട്ടേക്കരുത്. എണ്ണയെന്ന് കാണുന്നിടത്തെല്ലാം അത് പരിശുദ്ധാത്മാവല്ല. എണ്ണയ്ക്ക് വേറെ അർത്ഥങ്ങളും വരാം. ആ സന്ദർഭം നോക്കി വേണം വ്യാഖ്യാനിക്കാൻ. ഇവിടെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ വരുന്ന അപകടം ഇതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാമെന്നും, കർത്താവ് സഭയെ കൊണ്ടുപോയി കഴിഞ്ഞാലും പരിശുദ്ധാത്മാവിനെ വിൽക്കുന്നവർ ഇവിടെ കാണുമെന്നും അർത്ഥം വന്നു. അപ്പൊ കുഴഞ്ഞു പോവുകയല്ലേ ഇതെല്ലാം? നമ്മൾ വ്യാഖ്യാനിക്ക് പറയുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോവുകയല്ലേ, അല്ലേ? ഇന്നത്തെ നമ്മുടെ പിള്ളേരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാ കേട്ടോ. പണ്ട് പിന്നെ ഒന്നിനും അക്ഷരാഭ്യാസം ഇല്ലായിരുന്നത് കൊണ്ട് നമ്മൾ ഇതൊക്കെ ഉപദേശിക്കും, അക്ഷരാഭ്യാസം ഇല്ല, അതുകൊണ്ട് ഇതൊക്കെ തട്ടി മൂളിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു നിന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം MBBS-ഉം എഞ്ചിനീയറിംഗുമാ, MBA-ക്കാരുമാ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അവരോട് ഇതൊക്കെ പറഞ്ഞ് അവരടനെ ചിന്തിച്ച് ചോദിക്കും, പാസ്റ്റർ ഇത് എങ്ങനെ വന്നെന്ന്. അപ്പൊ അവരെ ഫൽസിച്ച് വിടരുത്. യേശുവിന്റെ നാമത്തിൽ നീ ഫൽസിക്കുന്നു, ഫൽസിച്ചേക്കരുത് കേട്ടോ. അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കണ്ടോ, അബദ്ധം കിട്ടി എഴുന്നള്ളിച്ചാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രതീകങ്ങൾ വ്യാഖ്യാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. അപ്പോൾ ഈ പറഞ്ഞ എണ്ണ എന്നറിയണ്ടോ? ആ എണ്ണ എന്താണെന്നറിയാവോ? അവിടെ ഒറ്റ കാര്യമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എല്ലാ ഉപമകളും അലിഗോറിക് ഇന്റർപ്രിട്ടേഷൻ ഉള്ളതല്ല. അലിഗറി എന്ന് പറഞ്ഞാൽ അന്യാപദേശം. അന്യാപദേശം എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിനെയും എടുത്ത് വ്യാഖ്യാനിക്കുന്നത്. ചിലത് അങ്ങനെയുണ്ട്. വിത്ത് വിതയ്ക്കുന്നത് അലിഗോറിക് ഇന്റർപ്രിട്ടേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ
ഓരോന്നിനെ വിത്ത് എന്നതാണ്, വിതയ്ക്കുന്നവൻ ആരാണ്, വയലേതാണ്, കർത്താവ് തന്നെ അതിന് ഓരോന്നിനും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഉപമയ്ക്കും പദങ്ങൾ പദം ചേർത്ത് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഉപമകൾക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആ ഒരു ലക്ഷ്യമാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് മത്തായിയുടെ ശേഷം 25-ാം അധ്യായത്തില് 24-ാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അന്ത്യകാല ശാസ്ത്രം അടങ്ങിയിരിക്കുന്ന അധ്യായമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. അതും രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, യഹൂദന് വേണ്ടി വരുന്നതും സഭയ്ക്ക് വേണ്ടി വരുന്നതും. ആദ്യം പറയുന്നത് യഹൂദന് വേണ്ടി വരുന്നതാണ്, പിന്നാലെയാണ് സഭയ്ക്ക് വേണ്ടി വരുന്നത്. സഭയ്ക്ക് വേണ്ടി വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു, ആകയാൽ നാളും നാഴിയും അറിയായത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഈ ഒരുക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് കർത്താവ് 25-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് കന്യകമാരുടെ ഉപമ പറയുന്നത്. അവിടെ ഒരു കാര്യമാണ് കർത്താവ് ലക്ഷ്യമാക്കുന്നത്, കർത്താവ് വരുമ്പോൾ തന്റെ സഭ ഒരുങ്ങിയിരിക്കണം. അതാണല്ലോ തൊട്ടുമുമ്പിൽ പറഞ്ഞത് അതാ പറഞ്ഞാണ്, ആകയാൽ നാളും നാഴിക അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. അപ്പൊ ഒരുങ്ങിയിരിക്കുക എന്നുള്ള വാക്യത്തെ പുരസ്കരിച്ചാണ് 25-ാം അധ്യായം. ഞാൻ നേരത്തെ പറഞ്ഞു, അധ്യായങ്ങൾ നേരത്തെ തിരിച്ചിട്ടുണ്ടായിരുന്നില്ല വേദപുസ്തകത്തിൽ, അതൊക്കെ പിന്നത്തേതിൽ കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ തുടരെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ 25-ാം അധ്യായത്തിലേക്ക് സഭയുടെ ഒരുക്കത്തെ, ദൈവസഭയുടെ മണവാട്ടിയുടെ ഒരുക്കത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരുക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒറ്റ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ എണ്ണയുണ്ടായിരിക്കണം. എണ്ണ ഒരുക്കത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഒരുക്കം കേട്ടോ, ഇനി തെറ്റിക്കരുത്. നിങ്ങൾ അത് പ്രസംഗിക്കുകയാണെങ്കിലും ഇതിനെല്ലാം കടന്ന് ഇന്റർപ്രറ്റ് ചെയ്യരുത്. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരുക്കം. അപ്പൊ നിങ്ങളുടെ വിളക്കിൽ എണ്ണയുണ്ടായിരിക്കണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം, അത്രേ ഉള്ളൂ. ഒരുക്കത്തെയാണ് അവിടെ എണ്ണ കാണിക്കുന്നത്. നമ്മുടെ വിളക്കും എണ്ണയും എല്ലാം ദൈവസഭയുടെ ഒരുക്കത്തെ, ഒരുങ്ങി കാത്തിരിക്കുക, അതിനെ മാത്രമാണ്. അല്ലാതെ എണ്ണ അവിടെ പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവെന്ന് വ്യാഖ്യാനിച്ചാൽ ഇത്തരം ചില അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അറിവുള്ളവൻ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് വായ്മുട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ നമ്മൾ കാണുന്നതെല്ലാം, പ്രതീകങ്ങളെല്ലാം ഒന്നായിട്ട് എടുക്കരുത്. ഇവിടെ തീ അഥവാ അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അല്ല. കാരണം അഗ്നി പരിശുദ്ധാത്മാവെന്നായിരുന്നെങ്കിൽ കേട്ടോ, അവൻ നിങ്ങളെ വെള്ളം കൊണ്ടും പിന്നെ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പൊ തീ പ്രതീകമായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവും പ്രതീകമാകണ്ടേ? ഒരെണ്ണം ഒറിജിനലും ഒരെണ്ണം പ്രതീകവുമായിട്ട് കർത്താവ് പറയുവോ? അങ്ങനെ പറയാൻ നോക്കുവോ? ഒന്നുകിൽ രണ്ടും പ്രതീകമായിരിക്കണം, ഇല്ലെങ്കിൽ രണ്ടും ഒറിജിനൽ ആയിരിക്കണം, അല്ലേ? അപ്പൊ അവിടെ തീ എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത വാക്യം വായിച്ചാൽ മതി. നല്ല വ്യക്തമായിട്ട് അവിടെ കിടക്കില്ലേ? തോന്നുന്നല്ലേ? 12 നമ്മൾ വായിച്ചാൽ മതി. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ആ തീ എന്നതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുക. ആ തീ വന്നോ? തീ കണ്ടോ? തൊട്ടു പുറകെ വന്ന് കണ്ടോ? കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ തീ ഏതാ? കോതമ്പ് കളപ്പുരയിൽ കൂട്ടി വെച്ചിട്ട് പതിര് കെടാത്ത തീയിലേക്ക് ഇട്ട് ചുട്ടുകളയുന്നത് തീ എന്താ? തീ എന്തിനാ കാണിക്കുന്നേ? മനസ്സിലാകുന്നില്ലേ? ഇത് നരകം, ന്യായവിധി, നിത്യനരകത്തെയാ കാണിക്കുന്നത്. തീയിലിട്ട് ചുട്ടുകളയും, നിത്യനരകം. അതല്ലേ രക്ഷിക്കപ്പെടാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ന്യായവിധി? ഏതാ? നിത്യമരണം അഥവാ നിത്യനരകം. അപ്പൊ തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് എന്തിനെ കുറിച്ചാണ് കർത്താവ് മുമ്പേ പറഞ്ഞത്? ന്യായവിധി.
അപ്പൊ യേശു തീയിൽ നമ്മളെ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നതാ? പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്നല്ല, കാരണം പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തീയിലുള്ള സ്നാനം ഏതാണ്? തീയുടെ സ്നാനം എന്ന് പറയുന്നത് ന്യായവിധിയാണ്. ഇതുകൊണ്ട് ആ പാട്ടെഴുത്തുകാർക്ക് തെറ്റിയെന്ന് ഞങ്ങളെ പോലുള്ളവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് പാട്ടെഴുതിയോടെ നമുക്ക് അറിഞ്ഞൂടാ. എഴുതുന്നവൻ ചുവനേരെ എഴുതണമെന്നേ, ഈ പോലെ ഇറങ്ങണം അല്ലെ, ആത്മനദി പോലെ പൊങ്ങണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തീയുടെ അഭിഷേകം എന്ന് പറയുന്നത് ആത്മനദി അല്ല, പരിശുദ്ധാത്മാവല്ല. തീയുടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ ന്യായവിധിയാണ് കാണിക്കുന്നത്. അതിനെ നമുക്ക് പ്രമാണമുള്ളൂ. ഇവിടെ കിടക്കുന്ന വാക്യം അങ്ങനെ കിടക്കുന്നത്, മനസ്സിലായോ? വേറെ പുസ്തകത്തിൽ കിടക്കുന്ന വാക്യം റെഫർ ചെയ്തിരിക്കുന്നതും തീയുടെ അഭിഷേകം എന്ന് പറയുന്നത് ന്യായവിധിയാ കുറിക്കുന്നത്. അത് നമ്മൾ വേറെങ്ങും പോകണ്ടല്ലോ. തൊട്ടു താഴത്തെ വാക്യം തന്നെ വായിച്ചാൽ നമുക്ക് വെളിവാകാനുള്ളതേ ഉള്ളൂ. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഒരു ഡിക്ഷണറിയും പരതണ്ട, ഒരു കമന്ററി നോക്കണ്ട, ആരോടും ചോദിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞ വേദപുസ്തകം വായിക്കുമ്പം മനസ്സിരുത്തി വായിക്കണം. ഇപ്പൊ മുകളിലെ തീന്ന് കണ്ടു, ആ തീ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണേ. തൊട്ട് മുകളിലോ താഴെയോ വായിച്ചു നോക്കിയാൽ മതി. ഏത് കാര്യവും നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോ ഇതാ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? വായിക്കുന്ന വേദഭാഗത്തിന്റെ മുകളിലോ താഴെയോ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് മനസ്സിലായി കിട്ടും. അതുകൊണ്ടാണ് വേദപുസ്തകം പൂർവാപര ബന്ധം നോക്കിയിട്ട് വ്യാഖ്യാനിക്കാവുള്ളൂ എന്ന് പറയുന്നത്. പൂർവാപര ബന്ധം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയും. എന്ത് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതിനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ അഥവാ പൂർവാപര ബന്ധം. പൂർവം മുകള്, അപരം താഴേക്കുള്ളത്, പൂർവാപര ബന്ധം മുകളിലും താഴെയും ഉള്ളതും കൂടെ വായിച്ചിട്ട് വേദപുസ്തകം വ്യാഖ്യാനിക്കാം. നിങ്ങളൊക്കെ ചെറിയ ചെറിയ മെസ്സേജുകളൊക്കെ കൊടുക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പിടിപ്പിക്കരുത്. ഇത് അതിനുള്ള പുസ്തകമൊന്നും അല്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേദപുസ്തകം എടുത്ത് കൈകാര്യം ചെയ്യാവൂ. ഇല്ലെങ്കിൽ അടിയുടെ പെരുന്നാളായിരിക്കും. ന്യായവിധിയുടെ ദിവസം വരുന്നുണ്ട്, അന്ന് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഭയത്തോടെ വേണം ഇതിനെ നമ്മൾ സമീപിക്കാൻ. വായിക്ക് വരുന്നതെല്ലാം വിളിച്ചു പറയരുത് ഇതിനോട് ചേർത്ത്. അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറഞ്ഞൊരു പഠനശാഖ തന്നെയുണ്ട് കേട്ടോ. വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം, ഹെർമന്യൂട്ടിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റർമാരാണ്ട് ഉണ്ടാക്കി വെച്ചതല്ല. കർത്താവും അപ്പോസ്തലന്മാരും എങ്ങനെയാണോ വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചത് അതാണ് ദൈവസഭയുടെ മാതൃക. അത് പഠിപ്പിക്കുന്ന പരിപാടിക്കാണ് വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അതിന് നിയമമുണ്ട്, അതിന് നിബന്ധനകളുണ്ട്, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് പഠിച്ചിട്ടേ വേദപുസ്തകം വ്യാഖ്യാനിക്കാവൂ. നിങ്ങളൊരു പ്രബോധനമൊക്കെ പറഞ്ഞു, നമ്മളും ഇങ്ങനെ ആകണം കേട്ടോ, നമ്മളും ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമ്മൾ ഒരുങ്ങണം കർത്താവിന്റെ വരവിന് വേണ്ടി, അതൊക്കെ പറഞ്ഞു, അതിന് കുഴപ്പമില്ല. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. വേണ്ടാത്ത ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. കാരണം അത് അടിയുടെ പെരുന്നാളാണ്. അതുകൊണ്ടാണ് കേട്ടോ, ഇല്ലേ? വേദപുസ്തകത്തോട് കൂട്ടുചേർക്കുന്നവൻ ശാപിക്കപ്പെട്ടവനല്ലേ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്, ഇല്ലേ? ഞാൻ ഒരു കാര്യം പറയാം, വേദപുസ്തകം ദുർവ്യാഖ്യാനം ചെയ്യുന്നവൻ നിത്യതയിൽ കാണുകയില്ല. അതതിന്റെ കാര്യം, അതതിന്റെ കാര്യം. അത് പാപമാണ്. വേദപുസ്തകം ദുർവ്യാഖ്യാനം ചെയ്താൽ നിത്യതയിൽ കാണുകയില്ല. അവൻ ശപിക്കപ്പെട്ടവൻ. ഗലാത്യ ലേഖനം 1:6 വീട്ടിൽ ഇരുന്ന് വായിച്ചോണം കേട്ടോ. ഇപ്പൊ നമുക്കത് പറയാൻ നേരമില്ല. ഞാനത് മറ്റേ ക്ലാസ്സിലാകുമ്പോൾ ഉപദേശം പറയുമ്പോഴത്തേക്ക് നോക്കട്ടെ. ആകപ്പാടെ ഇനി 3-4 ക്ലാസ്സുകൂടെ ഉള്ള, അതിനകത്ത് ഇതെല്ലാം കൂടെ പറയാൻ കിട്ടുകയില്ല. അപ്പോ അതുകൊണ്ട് അത് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോഷം തീർക്കാൻ വേണ്ടി ഞാനിങ്ങനെ ബന്ധപ്പെടുക അടുത്ത ദിവസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, തീയെ കുറിച്ച് പറയാൻ വന്നതല്ല, സാന്ദർഭികമായിട്ട് അത് കയറി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആത്മസ്നാനം, പരിശുദ്ധാത്മ സ്നാനം. അപ്പൊ നോക്കിയേ, 1 പരിശുദ്ധാത്മദാനം, 2 പരിശുദ്ധാത്മ സ്നാനം. ഇതിൽ കൂടുതൽ നമുക്ക് പറയാനുള്ള സമയമില്ല. 3 പരിശുദ്ധാത്മ അഭിഷേകം. പരിശുദ്ധാത്മ അഭിഷേകം, ദ അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇംഗ്ലീഷിൽ.
അനോയിന്റിങ്, ANOINTING, പരിശുദ്ധാത്മ അഭിഷേകം. നിങ്ങൾ റെഫറൻസ് വായിക്കണം. 2 കൊരിന്ത്യർ 1:21. 2 കൊരിന്ത്യർ 1:21. ഒരാളെടുത്തൊന്ന് വായിക്കണേ. രണ്ട് കൊരിന്ത്യർ 1:21. അൺമ്യൂട്ട് ചെയ്യണേ. അങ്ങനെ ഒരു പുസ്തകം ഇല്ലേ നിങ്ങളുടെ? 1:21 അതല്ലോ, 2 കൊരിന്ത്യർ 1:21. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അഭിഷേകം. നമ്മൾ ഈ പദമാണ് കാണുന്നവരോടും കേൾക്കുന്നവരോടും എല്ലാം ചോദിക്കുന്നത്. ഈ അഭിഷേകം ബൈബിൾ സ്കൂളിൽ ഒരാൾ വന്നു കഴിഞ്ഞുകൊണ്ട് ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ദൈവദാസന്മാരും നമ്മളോട്, അതും വേറെ ദിവസം പഠിപ്പിക്കുന്ന ആളുകൾ, അവരും ഈ മണ്ഡലത്തിലാണ് ചോദിക്കുന്നത്, അഭിഷേകം പ്രാപിച്ചതാണോ? പക്ഷെ അതിനൊരു അർത്ഥമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരോടും നടന്ന് പെന്തിക്കോസ്തുകാരോട് എല്ലാം ചോദിക്കും, അഭിഷേകം പ്രാപിച്ചതാണോ എന്നാണ് ചോദിക്കുന്നത്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ 7 അനുഭവങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആത്മാനുഭവം പ്രാപിച്ചതാണോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു പദമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ആത്മനിറവ് പ്രാപിച്ചതാണോ. ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പദമാണ്, നിങ്ങൾ ആത്മനിറവ് പ്രാപിച്ചതാണോ. അപ്പൊ ആത്മദാനവും ആത്മസ്നാനവും ആത്മാഭിഷേകവും ഒക്കെ ഇതിനകത്ത് വരും, ആത്മനിറവിനകത്ത് വന്നോളും. അതുകൊണ്ട് ആത്മ അഭിഷേകം, ആത്മ അഭിഷേകം, കിറോ എന്ന് പറഞ്ഞൊരു പദമാണ് ഗ്രീക്ക് ഭാഷയിൽ അഭിഷേകം എന്ന് പറയുന്നത്. കിറോ, കിറോ, CHIRO, CHIRO, കിറോ. ഈ കിറോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സത്യത്തിൽ നിങ്ങൾക്ക് ആ പദം അറിയാം. ആ പദത്തിൽ നിന്നാണ് ക്രൈസ്റ്റ് എന്ന പദം ഉണ്ടായത്. കിറോ, കിറോ. അത് ക്രീൻ എന്നൊരു ക്രിയാപദമുണ്ട്. ക്രീൻ, ക്രീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ക്രീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം pour the oil, എണ്ണയൊഴിക്കുക എന്നാണ്. എണ്ണയൊഴിക്കുക, എണ്ണയൊഴിക്കുക, ക്രീൻ. അത് എബ്രായ ഭാഷയിലും ഉണ്ട്. എബ്രായ ഭാഷയിൽ അതിനെ വിളിക്കുന്ന പേരാണ് മഷക്. മഷക് എന്ന എബ്രായ പദത്തിന് എണ്ണയൊഴിക്കുക എന്ന അർത്ഥം. അത് തന്നെയാണ് ക്രീൻ. അതിനാണ് കിറോ എന്ന പദം ഉണ്ടായത്. കിറോ, അഭിഷേകം. ക്രീൻ, എണ്ണയൊഴിക്കുക, അഭിഷേകം ചെയ്യുക. നിങ്ങൾക്കറിയാം, പഴയ കാലഘട്ടങ്ങളിലെ ചില പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില പ്രത്യേക ആളുകളെ എണ്ണയൊഴിച്ച് വേർതിരിക്കാറുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഭിഷേകം ചെയ്യുക, അല്ലേ? ഈ മഷക്, മഷക് എന്ന് പറഞ്ഞാൽ എണ്ണയൊഴിക്കുക എന്നാണ്. എണ്ണയൊഴിക്കുക. പഴയ നിയമ കാലഘട്ടങ്ങളിൽ 3 സ്ഥാനീയ ശുശ്രൂഷക്കാരെ, പൊസിഷണൽ മിനിസ്ട്രി കേട്ടോ, സ്ഥാനം അലങ്കരിക്കുന്ന ശുശ്രൂഷ, സ്ഥാനത്തേക്ക് വരുന്നവർക്കുള്ള ശുശ്രൂഷ. 3 സ്ഥാനീയ ശുശ്രൂഷക്കാരെയാണ് എണ്ണയൊഴിച്ച് വേർതിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. 3 പേരാണ്. ഒന്ന്, പുരോഹിതനെ, പുരോഹിതന്മാരെ എണ്ണയൊഴിച്ച് വേർതിരിക്കും, അല്ലേ? അഹരോനെയൊക്കെ എന്ത് ചെയ്യുന്നു? അഭിഷേകം ചെയ്യുന്നു. പുരോഹിതന്റെ തലയിലേക്ക് അങ്ങനെയുള്ള പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ട ആ ആളുടെ തലയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ സങ്കീർത്തനമില്ലേ? എണ്ണയൊഴിച്ചിട്ട് ആ എണ്ണ അവന്റെ തലയിൽ നിന്നും താഴേക്ക് ഒഴുകി ഇറങ്ങണം, അങ്ങ് പാദം വരെ ചെല്ലണം. അല്ലാതെ
നമ്മള് കൈമേൽ ഒരു ശാകലം എണ്ണ എടുത്ത് തേക്കുന്ന പരിപാടിയല്ല ഇത് കേട്ടോ. പഴയ നിയമ കാലഘട്ടത്തില് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുന്നെങ്കിൽ പുരോഹിതൻ വരണം. രാജാവ് ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് തൈലക്കൊമ്പിലോ തൈലപാത്രത്തിലോ, അല്ലെ, ദാവീദിനെ അഭിഷേകം ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. ഇശായിയുടെ 8 മക്കളെ തേടി വന്നിട്ട് അവസാനം 8ാമത്തെ മകനായ ദാവീദിനെ തെരഞ്ഞെടുത്തിട്ട് അവന്റെ മേൽ കൊമ്പിനകത്ത് തൈലം കൊണ്ട്, തൈലം എണ്ണ കേട്ടോ, ഓയിലും കൊണ്ടാണ് ശമൂവേല് ഇശായിയുടെ വീട്ടിൽ വന്നത്. വന്നിട്ട് ഇവനെ ഓരോരുത്തരെ നോക്കിയപ്പോ ഇവനല്ല എന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അവസാനം ദാവീദ് ആട്ടിൻപറ്റങ്ങളെ മേയിച്ചുകൊണ്ടിരിക്കുന്നിടത്തൊന്നും വിളിച്ചു വരുത്തി. അപ്പൊ ദൂരെ നിന്ന് വന്നപ്പോഴേ പറഞ്ഞു ഇവനെ അഭിഷേകം ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? തൈലക്കൊമ്പെന്ന് പറഞ്ഞാൽ കേട്ടോ, ഒരു 2-3 ലിറ്റർ എണ്ണ കാണും. അത് തൈലക്കൊമ്പെന്ന് പറഞ്ഞ ഒരു 2-3 ലിറ്റർ തൈലം അതിനകത്ത് ഒഴിച്ചു വെക്കാം. അത്ര വലിയ തൈലക്കൊമ്പാണ്. അതിനകത്ത് ഈ തൈലം, അതിന് പ്രത്യേക തൈലമൊക്കെ കൂട്ടാറുണ്ട്, അതിന് വേറെ വിശുദ്ധി പ്രമാണമുണ്ട്. ഇതെന്തിനറിയാമോ? തലയിലേക്ക് ഒറ്റ ഒഴിക്കലാണ്, ഒറ്റ പോറിങ്ങാണ്. അതൊക്കെ തലയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവന്റെ തലയിൽ നിന്നും മുടിയിൽ കൂടെ താഴേക്കിറങ്ങി താടിമീശക്കൂടെ അവനിട്ടിരിക്കുന്ന വസ്ത്രത്തിലൂടെ പാദം വരെ എത്തും. ഇതാണ് അഭിഷേകം. അതിനെയാണ് നമ്മൾ അഭിഷേകം ചെയ്യുക. അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ, എണ്ണ ഒഴിക്കുക എന്നേ ഉള്ളൂ. അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ pour the oil, എണ്ണ ഒഴിക്കുക. മഷക് എണ്ണ ഒഴിക്കുക. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ആ പദത്തിൽ നിന്നാണ് മഷിയാഹ് അഥവാ മലയാളത്തിൽ മഷിഹ എന്ന് പറയുകയല്ലേ. മഷിഹ ആരെ കുറിച്ചാ പറയുന്നേ? മഷിഹ ആരാ? പഴയ നിയമത്തിലെ മഷിഹ ആരാ? പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ക്രിസ്തുവിനെ ഉദ്ദേശിക്കുന്ന പേര് മഷക്. ആ പദം തന്നെയാണ് ഗ്രീക്ക് ഭാഷയിൽ ഞാൻ പറഞ്ഞു ക്രീം, എണ്ണയൊഴിക്കുക. അതിൽ നിന്നാണ് ക്രൈസ്റ്റ് എന്ന പദം ഉണ്ടായി. ക്രിസ്തോസ് എന്ന ഗ്രീക്ക് പദം ഉണ്ടായത്. ആ ക്രിസ്തോസ് ആണ് ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് എന്ന് നമ്മൾ, ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ അതിനെ മലയാളത്തിൽ ക്രിസ്തു എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാ? ക്രീം ചെയ്യപ്പെട്ടവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ എണ്ണ ഒഴിക്കപ്പെട്ടവൻ, അഭിഷേകം ചെയ്യുക. അപ്പൊ പുരോഹിതന്റെ തലമേലേക്ക് എണ്ണയൊഴിക്കും. രണ്ടാമതാര? ഒന്ന് രാജാവ്, 2 പുരോഹിതൻ. പുരോഹിതനെ അഭിഷേകം ചെയ്യണം. 2 രാജാവിനെ അഭിഷേകം ചെയ്യണം. 3 അഭിഷേകം ചെയ്യണം. ഏലിയാവ് വന്ന് ഏലീശായുടെ തലമേൽ എണ്ണ ഒഴിച്ച ചരിത്രം ഓർക്കുന്നില്ലേ? ഞാനതെല്ലാം എടുത്ത് വായിപ്പിക്കാൻ സമയമില്ല, ഞാനത് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു തിയോളജിക്കൽ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുക. ഏലിയാവ് ഏലീശയുടെ തലമേൽ എണ്ണ ഒഴിച്ചു. അപ്പൊ 3 ശുശ്രൂഷ, സ്ഥാനീയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സ്ഥാനത്തെത്തുന്ന ശുശ്രൂഷ, സ്ഥാനങ്ങൾ വഹിക്കുന്ന ശുശ്രൂഷ. അപ്പം രാജാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനമല്ലേ, അല്ലേ? രാജാവ് രാജ്യത്തെ ഭരിക്കുന്ന സ്ഥാനം. പുരോഹിതൻ എന്ന് പറയുന്ന ഒരു സ്ഥാനമല്ലേ, അല്ലേ? പൗരോഹിത്യ ശുശ്രൂഷ. പിന്നെ പ്രവാചകൻ ഒരു സ്ഥാനീയ ശുശ്രൂഷയല്ലേ? പ്രവാചകൻ ഒരു സ്ഥാനമല്ലേ പ്രവാചകൻ എന്ന് പറയുന്നത്? ഈ 3 പേരെയാണ് പഴയ നിയമത്തിൽ എണ്ണയൊഴിക്കുന്നത്. അല്ലാതെ ചില വസ്തുക്കളെയൊക്കെ യാക്കോബ് കല്ലിന്റെ മേലെ എണ്ണ ഒഴിച്ചതൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ട്, അല്ലേ? പിന്നെ കുഷ്ഠരോഗികളെയും അഭിഷേകം ചെയ്യുക, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഞാൻ സ്ഥാനീയ ശുശ്രൂഷക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. 3 സ്ഥാനീയ ശുശ്രൂഷ എന്ന് പറയുന്നത് പഴയ നിയമത്തില് രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ. ഈ 3 ഒത്തിണങ്ങിയ വ്യക്തിത്വമാണ് മശീഹ അഥവാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു അഭിഷിക്തനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നതാ? അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ ക്രിസ്തു എന്ന് വിളിക്കുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്രിസ്തോസ് എന്ന് പറഞ്ഞത് ക്രീം എന്ന പദത്തിൽ നിന്നാണ്. ക്രീം എന്ന് പറഞ്ഞാൽ എണ്ണയൊഴിക്കുക. അപ്പൊ യേശുവിനെ നമ്മൾ ക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശു അഭിഷിക്തൻ എന്ന അർത്ഥം മലയാളത്തിൽ. യേശു അഭിഷിക്തൻ.
എന്തിനെല്ലാം അഭിഷിക്തൻ? അത് നമ്മുടെ കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയും രാജകീയ ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയും കാണിക്കുന്ന 3 സ്ഥാനങ്ങളാണ് യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവാകുന്ന തൈലമൊഴിച്ച് എണ്ണയൊഴിച്ച് ഓരോരുത്തരെ അഭിഷേകം ചെയ്യുക. അതിന്റെ അർത്ഥം എന്നതാ? ഒരു രാജാവിന്റെ തലമേൽ എണ്ണയൊഴിച്ച് അവനെ അഭിഷേകം ചെയ്താൽ 2 കാര്യമാണ്. ഒരു രാജാവിനെയോ പുരോഹിതനെയോ പ്രവാചകന്റെയോ തലമേൽ എണ്ണയൊഴിച്ചാൽ 2 കാര്യം. ഒന്ന്, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിയുക. പറഞ്ഞ മനസ്സിലായോ? രാജാവിന്റെ തലമേൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അവന് ഓർത്തോണം, ഇനി ഞാൻ കേവലം ഒരു വ്യക്തിയല്ല, ഞാൻ നാട് ഭരിക്കേണ്ടവനാണ്, ഞാൻ രാജാവാണ്, ഞാൻ നാട് ഭരിക്കാൻ അവകാശമുണ്ട്. 2, ഒരു നിയോഗമാണത്. അപ്പൊ നോക്കണേ, ഒന്ന് വേർതിരിക്കുക. അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ 2 അർത്ഥം അതിനകത്ത്. ഒന്ന് വേർതിരിക്കുക, ടു സെപ്പറേറ്റ്, ഒന്ന് വേർതിരിക്കുക. 2 നിയോഗിക്കുക, അപ്പോയിന്റ്മെന്റ് ആണ്. ഒരു പുരോഹിതൻ വന്ന് രാജാവിന്റെ തലമേൽ എണ്ണയൊഴിച്ച് അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നെ രാജാവാ. അവൻ പിന്നെ വല്ലതും പറയുമ്പോഴത്തേക്ക് ഇയാൾക്ക് പട്ടം തന്ന ആരാന്നൊന്നും ചോദിക്കാൻ അനുവാദമില്ല, കൊല്ലും, തലവെട്ടും. മനസ്സിലായോ? ഒരു പുരോഹിതന്റെ തലമേൽ എണ്ണയൊഴിച്ച് അവനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യും. ഇയാൾക്കാരാ ഓർഡിനേഷൻ തന്നെന്ന് പറഞ്ഞ് പുറകെ ചെല്ലരുത്. ഓർഡിനേഷൻ കൊടുത്തവൻ താട്ടിക്കളയും. ഓർഡിനേഷൻ കൊടുത്തത് ദൈവ. മനസ്സിലായോ? ദൈവം പകരം ചോദിക്കാതെ വിടുകയല്ല. മനസ്സിലായോ? ചിലരങ്ങനെ എഴുന്നേറ്റല്ലോ അല്ലേ? അഹരോനെതിരെയൊക്കെ എഴുന്നേറ്റില്ലേ? ഞങ്ങളും പാളയത്തിൽ എല്ലാവരും ശുദ്ധിയുള്ളവരാ, പിന്നെ ഞങ്ങൾക്ക് എന്നാ അങ്ങോട്ട് ഭരിച്ചാൽ, ഞങ്ങൾക്ക് എന്നാ അങ്ങോട്ട് ഇടിവിൽ നിന്നാന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? ഭൂമി വായ് പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. അതാണ് അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുകയും ദൈവം നിയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആത്മനിറവ് പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ ദൈവസഭയിൽ ചില പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം നിയോഗിക്കുകയും വേർതിരിക്കുകയും ചെയ്യുകയാണ്. ഇതുകൊണ്ടാ ചോദിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവനോട് നമ്മൾ ചോദിക്കും, നീ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അന്യഭാഷ പറയുന്നുണ്ടോ എന്നല്ല അതിന്റെ അർത്ഥം. എന്താണെന്നറിയാമോ? ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ ശുശ്രൂഷകനായി ദൈവം നിന്നെ നിയോഗിച്ചിട്ടുണ്ടോ? നീ അതിനുവേണ്ടി വേർതിരിഞ്ഞിട്ടുണ്ടോ? അത് അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ബൈബിൾ സ്കൂളിൽ ചോദിക്കുന്നത്. ഇത് കേട്ടോണ്ടാണ് നമ്മളൊക്കെ സഭയെ വരുന്നവരോടല്ല അഭിഷേകം പ്രാപിച്ചതാണോ, എടാ പ്രത്യേക ശുശ്രൂഷയൊന്നുമില്ല, നമ്മുടെ ഇടയ്ക്ക് ഒത്തിരി എണ്ണമുണ്ട്, ചുമ്മാ വരികയും പോവുകയും ചെയ്യുക. അവരെന്തിനാ വന്നെന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും മനസ്സിലാകുകയില്ല. ആ പുറയിലൊക്കെ വന്നിരുന്നേച്ച് അവര് സ്ഥലം വിടും. ഗോത്രകാച്ചി ഇട്ടു ഇല്ല, അവര് സ്ഥലം വിടും. സഭയ്ക്ക് ഒരു പ്രയോജനവും ഇല്ല. നീ എന്ത് അഭിഷേകം അതാ അങ്ങനെയുള്ള അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. ദൈവസഭയിൽ ഓരോ വ്യക്തിയും അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ പറയുന്നുണ്ടോ എന്നല്ല ഞാൻ ഈ ചോദിച്ചേ. ആത്മദാനം പ്രാപിച്ചിട്ടുണ്ടോന്നും അല്ല ചോദിച്ചേ. നീ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടോ, വേർതിരിച്ചിട്ടുണ്ടോ, നിനക്ക് നിയോഗം തന്നിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ശുശ്രൂഷ എന്ന് പറഞ്ഞ ഉടനെ എല്ലാരും പ്രസംഗമാണെന്നും പറഞ്ഞ് നടക്കരുത്. ഇപ്പൊ എല്ലാരും പ്രസംഗകരാ, അറിയാവുന്നവരും ഇല്ലാത്തവരും എല്ലാം കയറി അങ്ങ് പ്രസംഗിക്കുക. വേറെ പുസ്തകത്തിന്റെ ABCD എന്താണെന്ന് അറിയാൻ മേലാത്തവരും പ്രസംഗകനാ. എന്നിട്ടോ തട്ടിമൂളിക്കുന്ന മണ്ടത്തരം കേട്ട പരിശുദ്ധാത്മാവ് ചിരിക്കുകയാണെങ്കിൽ അബ്രഹാം ജീവിച്ച പോലെ കമന്ന് കടന്ന് ചിരിച്ചു കളയും.
പരിശുദ്ധാത്മാവ് ചിരിക്കുകയില്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത്തരം കാര്യങ്ങളാ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ ഏത് ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിയുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞോ? ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞോ? മിനിസ്റ്റർ, മിനിസ്ട്രി അപ്പൊ അറിയരുതോ അല്ലെ? ശുശ്രൂഷ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മിനിസ്റ്റർ അല്ലെ? മിനിസ്ട്രി, മിനിസ്ട്രി. നിങ്ങൾക്കറിയാവോ ആ പദത്തിൽ നിന്നുണ്ടായ ഒരു പദമാണ് മൈനസ്. മൈനസ് എന്ന് പറഞ്ഞ എന്നതാർത്ഥം? മൈനസ് എന്ന് പറഞ്ഞ എന്നതാർത്ഥം? കുറയുക ആണോ? ആണോ? ആ, കുറയുക. 5 - 2, 5 നിന്നും 2 പോകണം. മൈനസ് എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പൊ മിനിസ്ട്രി എന്ന് പറഞ്ഞ പദത്തിൽ നിന്നുണ്ടായതാണ് മൈനസ്. അപ്പൊ ശുശ്രൂഷ എന്ന് പറഞ്ഞ പദവിയല്ല, ഉദ്യോഗമല്ല, അധികാരമല്ല. നീ എല്ലാരൊക്കെ കുറയുക. അതുകൊണ്ടാ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, ആരാധന കഴിയുമ്പോഴേ ആ കസേര ഒന്ന് അടുക്കി വെക്കുന്നത് ശുശ്രൂഷയാണ്. ദൈവദാസന്മാരെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ, വചനം സംസാരിച്ചോ പഠിപ്പിച്ചോണ്ടോ ഇരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്, വെള്ളം പറയുമ്പോഴത്തേക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് ഒഴിച്ചു വെക്കുന്നത് ഒരു ശുശ്രൂഷയാ. ചിലര് അയ്യോ ഞാനാണോ വെള്ളം കൊടുക്കുന്നത്? കയ്യില് കോളയും ഊരിപ്പോവുകയല്ലേ? അല്ല പൊന്നെ, നീ ശുശ്രൂഷകനല്ല, നിന്നെ കൊണ്ട് കൊള്ളുകയല്ല, നിനക്ക് അഭിഷേകം ഇല്ലെന്നാ അതിന്റെ അർത്ഥം. മനസ്സിലായോ? ദേവദാസന്മാര് ശ്വാസം മുട്ടി ക്ലാസ് എടുക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോ വാക്യം പറഞ്ഞാൽ അതൊന്ന് വായിച്ചു കൊടുക്കുന്നത് ശുശ്രൂഷയാ കുഞ്ഞെ. കൃപയാൽ എന്റെ ആദ്യത്തെ ശുശ്രൂഷ ഏതാണെന്നറിയാവോ? സഭയിൽ വാക്യം വായിച്ചു കൊടുക്കുന്നത് ഞാനാരും. മനസ്സിലായോ? ഞങ്ങളുടെ ദൈവദാസന്മാർ, ഞങ്ങളുടെ സഭയിൽ അതിഥികളായിട്ട് വരുന്നവരോ സഭയിലെ ദൈവദാസനോ ഒരു വാക്യം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് നിർബന്ധമാണ്. ഇത്രയും സമയമൊന്നും ഞാൻ എടുക്കുകയല്ല എന്റെ പൊന്നെ. ഇവിടെ ഒരു വാക്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞ സന്ധ്യയായി, ഉഷസായി 2-ാം ദിവസം അപ്പോഴാ വായിച്ചത്. സങ്കടമുണ്ട് കേട്ടോ. നിനക്ക് നിയോഗയില്ല എന്റെ പൊന്നു. ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, പിന്നെ എന്നെ പറയാനാ കേട്ടോ. അടുത്ത ദിവസം ഇനി വരരുത് ഇങ്ങനെ. വാക്യം പറഞ്ഞാൽ ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോണം കേട്ടോ. ഞാൻ ആദ്യം തട്ടേ കീറുന്ന പ്രസംഗിക്കുന്നവനായിരുന്നില്ല. മനസ്സിലായോ? മാനം മാന്തി കീറി ഞാൻ ബഹളം വെച്ചവനല്ല, പുസ്തകം എഴുതിയവനല്ല. ഞാൻ ആദ്യം തുടങ്ങിയ ശുശ്രൂഷ വേറെ പുസ്തകം പാസ്റ്റർമാർക്ക് വായിച്ചു കൊടുക്കുക. ഞാൻ ഒരു ദിവസം സഭയിൽ ഇല്ലെങ്കിലുണ്ടല്ലോ, വളരെ വിരളമായിട്ടേ ഉള്ളൂ, ഏതെങ്കിലും അത്യാവശ്യം ഒരു മരണോ കാര്യങ്ങളോ പോകേണ്ടി വന്നാൽ ഞാൻ പിന്നെ ദൈവദാസൻ ഞങ്ങളുടെ പാസ്റ്റർ കാണുമ്പോഴത്തേക്ക് പറയും, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്തുള്ള കാര്യമാണ്. കൃത്യ ചെറുപ്പം മുതൽ ജോലി ചെയ്ത കാലം വരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഇത് തന്നെ എന്റെ ശുശ്രൂഷ. എന്നോട് പറയുമായിരുന്നു, ജോയി സാർ ഇല്ലാത്തതിന്റെ അറിയായിരുന്നു. ഒരു വാക്യം വായിച്ചിട്ട് എന്റെ പൊന്നെ വായിക്കാൻ എന്തെല്ലാം തെറ്റ മണ്ടത്തരമൊക്കെയാ വായിച്ചു പിടിപ്പിച്ചേ. ജോയി സാർ ഇല്ലാത്തതിന്റെ അറിയായിരുന്നു എന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? അക്ഷരം വളരെ സ്ഫുടമായി, കൃത്യമായി, നല്ല ശബ്ദത്തിൽ നിർത്തി ദൈവദാസന്മാർക്ക് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ മാതൃകയിൽ. എനിക്കറിയാതെ എങ്ങനെ വായിക്കണമെന്ന്. അല്ല, വായിക്കാൻ അങ്ങോട്ട് പറഞ്ഞ ഉടനെ ടിവിയുടെ ഓൺ ചെയ്ത പോലെ വായിച്ചു തീർക്കുകയല്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ചിലരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി അതെ. ദൈവദാസം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ശ്വാസം മുട്ടി പ്രസംഗിക്കുമ്പോഴേ വാക്യം ഒന്ന് വായിച്ചു തരുന്നത് ഞങ്ങൾക്ക് എന്തൊരു ആശ്വാസം. ആ സമയത്താണ് ഞങ്ങൾ ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കുന്നത്. എന്തൊരു ആശ്വാസമാണെന്നറിയോ, എന്തൊരു ശുശ്രൂഷയാണെന്നറിയാമോ? ഞാനൊരു കാര്യം പറയാം. ഞാൻ അന്ന് വാക്യം വായിച്ചു കൊടുത്തതും ദൈവദാസന്മാരെ സഹായിക്കുന്നതും സ്വർഗത്തിലെ ദൈവം നോട്ട് ചെയ്തിട്ട് ഞാൻ ചെറിയ അതുപോലെ തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ കസേര നിരത്തുന്ന സമയത്തോ പാവിരിക്കുന്ന സമയത്തോ ചെല്ലുന്നെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ചെയ്യും. ആ ആരാധന കഴിഞ്ഞാൽ അത് അടുക്കി വയ്ക്കാൻ ഞാനും കൂടെ സഹായിക്കും. ഹാളിന്റെ ജനലും കഥവും ഒക്കെ അടയ്ക്കാൻ, ലൈറ്റ് ഓഫ് ചെയ്യാൻ, ഫാൻ ഓഫ് ചെയ്യാൻ ഒക്കെ ഞാൻ തലയ്ക്ക് നോക്കി. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും.
എനിക്ക് തോന്നുന്നു അത്ര ഈ മീനിയൽ ജോബ് എന്ന് പറയുകയല്ലേ, മീനിയൽ, അത് മിനിസ്ട്രി എന്ന് വന്നതാ. മിനിസ്ട്രി, മീനിയൽ എന്നതാ ഈ കുറഞ്ഞ പണി അല്ലെ. നമ്മൾ മീനിയൽ, ഈ പിയൂണുമാരെയും ഒക്കെ അല്ലേ നമ്മൾ അത് മീനിയൽ ജോബാന്ന് പറയാം. അറ്റൻഡർമാരെയും പിയൂണുമാരെയും ഒക്കെ നമ്മൾ പറയും അത് മീനിയൽ ജോബ്. മീനിയൽ മൈനസ് എന്ന് വന്നതാ, മിനിസ്ട്രി എന്ന് വന്നതാ. അപ്പൊ ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത് സർവാധികാരി അല്ല. മിനിസ്റ്റർ ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യുക. ആ അഭിഷേകം വല്ലവർക്കും കിട്ടിയിട്ടുണ്ടോ സാറേ അവിടെ? ഇല്ല, കുത്തിയിരുത്തി പ്രാർത്ഥിപ്പിക്കണം, ദൈവം കൊടുക്കട്ടെ, ഇത് ദൈവം കൊടുക്കട്ടെ. അല്പത്തിൽ വിശ്വസ്തൻ, ആത്മികത്തിൽ വിചാരകനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ ഞാൻ അന്ന് എന്റെ സഭയിൽ ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും എന്നോട് പറഞ്ഞിട്ടുമല്ല, എൻ്റെ ഒരു മനസ്സായിരുന്നു, ഞാനത് ചെയ്യുമായിരുന്നു. അന്ന് കസേരയേക്കാൾ കൂടുതൽ പായാണ്. ആ പാ ചുരുട്ടി വയ്ക്കും, ചുരുട്ടിയെടുത്ത് ഭദ്രമായി അത് വെക്കേണ്ട സ്ഥാനത്ത് കൊണ്ട് വയ്ക്കും. ഞാൻ ചെയ്ത കാര്യം നിങ്ങളോടങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാനെല്ലാം കറക്റ്റ് ആയിരുന്നെന്ന് നിങ്ങളെ കേൾപ്പിക്കാനല്ല. പക്ഷെ ദൈവം അത് കണ്ടു, ദൈവം അത് കണ്ടിട്ട് മനസ്സിലായി ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് കൊള്ളാവുന്നു. അങ്ങനെയാണ് 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കുന്നത്. 30-ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിന്റെ വചനം പഠിക്കാൻ പോകുന്നത്. വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് സഭയുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. സഭ നടത്തിക്കൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് 30-ാമത്തെ വയസ്സെന്ന് പറഞ്ഞത് വയസ്സനും കൂടാണ്, കർത്താവിന്റെ വേലക്കാരനും കൂടിയാണ്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകൾ ദൈവം മാനിക്കും. മനസ്സിലായോ? പ്രായമുള്ള ഒരാൾ ഹോളിലേക്ക് വരുന്നു അല്ലേ, അവരെ പിടിച്ച് കസേരെ കൊണ്ടുവന്ന് ഇരുത്തുക. ഇനി പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ നമ്മുടെ സഭയിലുണ്ടല്ലോ, നിങ്ങൾ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് ചെന്ന് ഇത്തിരി വെള്ളം എടുത്ത് അവർക്കൊന്ന് കുടിക്കാൻ കൊടുക്കുക. ഇത്തിരി ചൂടുവല്ലേ ആ തൊണ്ടയ്ക്കൂടെ. പ്രായമാകുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് കേട്ടോ. ഞാനിപ്പോ ഏതാണ്ടൊക്കെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായി പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് ചൂടുവെള്ളം ഒരു ശകലം തൊണ്ടയിലോട്ട് ചെല്ലുമ്പോ ഒരു സുഖമാണ്. പ്രായമുള്ളവർക്ക് ഗ്ലാസ് വെള്ളം കേട്ടോ, തിരിച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുക. ആരും നിങ്ങൾക്ക് ഒരു പ്രതിഫലം, സ്വർഗം പ്രതിഫലം തരും, സ്വർഗം പ്രതിഫലം തരും കേട്ടോ. ആരാധനയ്ക്ക് അല്പം നേരത്തെ ചെല്ലേ, ആ ദൈവദാസന്റെ കൂടെ അവിടെ ഇപ്പൊ പാസ്റ്റർമാരാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ആ ദൈവദാസന്റെ കൂടെ ആ പായന്നിടാനും ആ കസേര ഒന്ന് നിരത്താനും ആ മേശുരി ഒന്ന് അവിടെ കർത്തൃമേശ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതൊന്ന് മൂടിയിടാനും ഒക്കെ ഒന്ന് കൂടി നോക്കിയേ. ദൈവം നിങ്ങളെ മാറി. ഞാനൊരു കാര്യം പറയാം, എന്റെ അനുഭവം വെച്ച് പറയാം. നിങ്ങൾ ഇങ്ങനെ ഒരു 10 ദിവസം ചെയ്തിട്ട് ദൈവം നിങ്ങളെ മാനിച്ചില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരം എന്നോട് ചോദിച്ചു, ഞാൻ തരാം. എനിക്ക് അത്ര ഉറപ്പാതിന്. അതുകൊണ്ടാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെ അപ്പനത് പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പെന്തിക്കോസ്തിലെ ആദ്യത്തെ പിതാക്കന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ച് ഉറങ്ങി അവരുടെ തുണി കഴുകി കൊടുക്കാൻ എന്റെ പെങ്ങന്മാരെയാണ് ഇപ്പം നിർബന്ധിക്കുന്നത്. അവരുടെ തുണി തേച്ചു കൊടുക്കാൻ ഞങ്ങൾ ആമ്പിള്ളേർ 2 പേരാ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കും. മനസ്സിലായോ? അവരുടെ ബെഡ് വിരിച്ചു കൊടുക്കാൻ, അവരുടെ തുണി മടക്കി വെക്കാൻ ഒക്കെ ഞങ്ങൾ മുൻപിൽ ഇറങ്ങുമായി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എന്നെ പിന്നത്തേതിൽ കർത്താവ് ശുശ്രൂഷകനെ, എന്നെ മാത്രമല്ല, ഞങ്ങൾ 2 ആണുങ്ങളായിരുന്നു, ഞാനും എന്റെ ജ്യേഷ്ഠനും കർത്താവിന്റെ വേല ചെയ്തു. വേല തികച്ചു പോയി. എനിക്ക് 4 പെങ്ങന്മാരും ഒരു ജ്യേഷ്ഠനും. ഈ 4 പെങ്ങന്മാരെയും കെട്ടിയത് പാസ്റ്റർമാരുടെ പാസ്റ്റർമാരാണ്. അതുകൊണ്ട് ഞങ്ങൾ 6 പേരും ശുശ്രൂഷയിലായിരുന്നു. ഇപ്പൊ അത് 2 പേരും പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങൾ ചെയ്തത് കണ്ടതായിരിക്കാം ദൈവം ആ നിലയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. അതുകൊണ്ട് കേട്ടോ, ഈ അഭിഷേകം ഒന്ന് പ്രാപിക്കണേ. അഭിഷേകം ഏതഭിഷേകമാ? ഒരു മിനിസ്ട്രിക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വേർതിരിയൽ. അത് പ്രസംഗവും പഠിപ്പീരും മാത്രമല്ല, നമുക്ക് ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ശുശ്രൂഷകളാണ് ഇഷ്ടം അല്ലേ? നമ്മള് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒന്നേ പ്രസംഗം അല്ലേ പാട്ടുപാടൽ. ഇപ്പൊ അതിനാണല്ലോ മാർക്കറ്റ് കൂടുതൽ, കാശ് കിട്ടുന്നത് ഇല്ലേ? പഠിക്കട്ടെ, കുറച്ചുകൂടെ ഉറക്കെ, കുറച്ചുകൂടെ കൈ ഉയർത്തി. ഇവരെന്താ കാട്ടിക്കൂട്ടുന്നെന്ന് സത്യത്തിൽ അവർക്കും അറിയത്തില്ല. ദൈവസഭയെ കുരങ്ങ് കളിപ്പിക്കുക. നമ്മൾ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാം. അപ്പൊ നോക്കണേ, അഭിഷേകം എന്താന്ന് മനസ്സിലായോ?
പരിശുദ്ധാത്മ അഭിഷേകം, ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമുക്ക് തരുന്ന നിയോഗത്തെയും നമ്മെ വേർതിരിക്കുന്നതിനെയുമാണ് അഭിഷേകം എന്ന് പറയുന്നത്. നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കർശനമായിട്ട് പറയണം, അതെ, ഇന്ന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എന്നെ വിളിച്ചിട്ടുള്ളത്. അത് ചിലപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് പാട്ടുപാടുന്നതായിരിക്കാം, പ്രവചന ശുശ്രൂഷയായിരിക്കാം, വെളിപ്പാടായിരിക്കാം, അല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞ സഹായം ചെയ്യാനുള്ള വരമായിരിക്കാം, ശുശ്രൂഷ ചെയ്യാനുള്ള വരമായിരിക്കാം, വിശ്വാസം എന്ന വരമായിരിക്കും. എന്താകട്ടെ, ദൈവം ഏത് കാര്യത്തിനാണ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് അത് ചെയ്യുന്നവരാന്ന് പറയണം. ദൈവം എന്നെ സഹായം മിനിസ്ട്രിക്കാണ് വിളിച്ചത്, ഞാനൊരു മിനിസ്റ്ററാന്ന് പറയണം. ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്, എന്നെ ഒരു മിനിസ്റ്ററായിട്ട് അഭിഷേകം ചെയ്തതാന്ന് പറയണം. ധൈര്യത്തിന് പറയണം. അതൊക്കെ അതാണ് പരിശുദ്ധാത്മ അഭിഷേകം. പരിശുദ്ധാത്മ അഭിഷേകം. കിറോ 2 കൊരിന്ത്യർ 1:21. അടുത്തത് 4. പരിശുദ്ധാത്മ മുദ്ര. പരിശുദ്ധാത്മ മുദ്ര വായിച്ചാട്ടെ. എഫേസ്യർ 1:13-14. എഫേസ്യർ 1:13-14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം മനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അധികാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിട്ടിരിക്കുന്നു. The seal of the Holy Spirit. Seal. SEAL. സീലടിക്കുകയല്ലേ? ഓഫീസിലൊക്കെ സീൽ ചെയ്യും അല്ലേ? അതാ സീല്. മുദ്ര. ഫ്രൈഗിസോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ഫ്രൈഗിസോ, സീൽ, മുദ്ര, ഗ്രീക്ക് പദം. അത് നിങ്ങൾ ചിന്തിച്ചില്ലെന്ന് സാരമില്ല, നിങ്ങൾ കേൾക്കണേ. സീൽ ചെയ്യുന്നത് നമ്മള് പോസ്റ്റ് ഓഫീസിൽ സീൽ ചെയ്യുന്നതോ ഓഫീസിലെ സീലിനൊക്കെ ഇച്ചിരൂടെ കടത്തി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലേ? ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ ബാലറ്റ് പെട്ടി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മുറിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ ആ മുറിയുടെ വാതിൽ എന്ത് ചെയ്യുന്നു കണ്ടിട്ടുണ്ടോ? അല്ലേ? 2 നാട ഇങ്ങനെ ഇഞ്ചു അടയാളത്തിൽ കൊടുത്തിട്ട് അതിന്റെ നടുക്ക് അരക്ക് തീ കത്തിച്ച് കണ്ടിട്ടുണ്ടോ? അത് തീ കത്തിച്ചിട്ട് അരക്ക് അവിടെ പുരട്ടിയിട്ട് ഒരു മുദ്ര, ഗവൺമെന്റിന്റെ മുദ്രയാണ്. രണ്ട് കാര്യം അതിനകത്ത് ഉറപ്പാ. മുദ്ര ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 2 കാര്യം ഉറപ്പാ. ഒന്ന്, ഇത് ഔദ്യോഗികമാണ്, ഒറിജിനൽ ആണെന്നാ. എന്ന് പറഞ്ഞാലേ, ഒരു ഓഫീസിൽ ഒരു ലെറ്റർ എഴുതിയിട്ട് ആ ലെറ്ററിൽ ഓഫീസിന്റെ സീലടിക്കും. റൗണ്ട് സീൽ കണ്ടിട്ടില്ലേ? ഓഫീസിൽ റൗണ്ടാണ്. ഗവൺമെന്റ് ഓഫീസിൽ നിന്നൊക്കെ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ നമ്മളൊരു രേഖ വാങ്ങിച്ചാൽ അതിനകത്ത് അതിന്റെ അണ്ടർ സെക്രട്ടറി ഒരു ഓഫീസ് സീൽ അടിച്ചിരിക്കും. ആ ഓഫീസ് സീൽ എന്തിനെ കാണിക്കുന്നു? ഈ രേഖ ഒറിജിനലാണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ചുമ്മാ ഉണ്ടായിക്കൊണ്ട് വന്നതല്ല, കൃത്രിമമല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഇത് ഒറിജിനലാണ്. 2, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ബാലറ്റ് പെട്ടി എല്ലാം കൂടെ ഒരു മുറിക്കകത്ത് വെച്ച് അതിനെ സീലടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് പൊട്ടിക്കളയപ്പെടും.
മരിക്കുന്നത് വരെ ഇതിനകത്തിരിക്കുന്ന വസ്തു സുരക്ഷിതമാണ്. അത് പൊട്ടിക്കാൻ പറ്റില്ല. അതിന്റെ വാതുക്കെ ഊഴമിട്ട് പോലീസുകാരെ കൂടെ കാവൽ നിർത്തും തോക്കും കൊണ്ട്. ഒരൊറ്റ മനുഷ്യൻ അയൽവക്കത്തോടെ ചെല്ലാൻ പോലീസുകാരെ സമ്മതിക്കുകയല്ല. അപ്പോഴേ തോക്ക് ചൂണ്ടും നമ്മുടെ നേരെ. പോയിട്ടുണ്ടോ? ബാലറ്റ് പെട്ടി ഇരിക്കുന്ന മുറിയുടെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെല്ലാൻ അനുവദിക്കുകയല്ലോ. തോക്ക് ചൂണ്ടും പോലീസ്. വെടിവെക്കാനാ ഓർഡർ. അല്ലാതെ കോടതി ചെന്ന് ഉത്തരവ് മേടിച്ചുകൊണ്ട് വരണ്ട വെടിവെക്കാൻ. കാണുന്നിടത്ത് വെടിവെച്ചേക്കാനാ. ഈ മുദ്ര പൊട്ടിക്കുന്നവനെ ആ നിമിഷം വിചാരണ കൂടാതെ വെടിവെക്കാനുള്ള അധികാരമാ മുമ്പിരിക്കുന്ന പോലീസിന്. മനസ്സിലായോ? അതുകൊണ്ട് അനൗദ്യോഗികമായി ഒരു വ്യക്തി സമയത്തിനു മുൻപേ അതിനെ തൊടാൻ അനുവദിക്കുകയല്ലെന്ന്. അങ്ങനെയാണല്ലേ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നിന്നെ മുദ്രയിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നീ ഒറിജിനലാണെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസിയല്ല, വിശ്വാസി കളിച്ചു നടക്കുന്നവനുമല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൃത്യം ദൈവവൈതലാണെന്നുള്ള ഉറപ്പാണ്. ഇത് മേടിച്ചിട്ടുണ്ടോ? മുദ്ര മേടിച്ചിട്ടുണ്ടോ? ചിലർക്ക് ഇപ്പോഴും ഈ ചിലർ നോക്കണേ കേട്ടോ, 6 അടി പൊക്കമുള്ള ഹോളിന്റെ വാതുക്കൽ ഇപ്പോഴും തല കുനിച്ച് ഒളിച്ചാ കയറുന്നേ. എന്തെന്നറിയാമോ? എവിടെയെങ്കിലും നിന്ന ഒളിച്ചൊളിച്ചാ നിൽക്കുന്നത് പുറകെ. ഇവൻ ഇപ്പോഴും തന്റെ ഇടവില്ല. ഞാനൊരു ദൈവവൈതലാന്ന് പറയാൻ, ഞാൻ ഒറിജിനലാന്ന് പറയാൻ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. വേറെ ഡ്രസ്സിൽ ഉണ്ട് കേട്ടോ. ഞാനത് യാത്ര പോകുമ്പോഴൊക്കെ ചെളി പറ്റാതിരിക്കാൻ കളവും കള്ളിയൊക്കെ ഉള്ളത് ഞാൻ ഇടാറുണ്ട്. ഓരോരുത്തർ ഓരോ രീതിയാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും പ്രായമായല്ലോ, മതിയല്ലോ. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാണ്. സൂക്ഷിക്കിറങ്ങിയ കാലം മുതൽ ഈ ചന്തയിൽ പോയാലും ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. എന്നാന്നറിയാമോ? ചന്തയിലും ഉപദേശിക്കുക. മനസ്സിലായോ? മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും ഈ വെള്ളം കൊടുത്തോ ഉൾക്കൈ ഇട്ടാ ഞാൻ പോകുന്നത്. എന്നാന്നറിയാമോ? അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും 10 വിശ്വാസികൾ കാണും മാർക്കറ്റിൽ. അവരെല്ലാം ഒരു പാസ്റ്ററേ, പാസ്റ്ററിനെ ഇവിടെ പാസ്റ്ററൊക്കെ എന്നാ വേണ്ടേ? ഇത് ഇടാതെ ടീഷർട്ട് ഇട്ടോണ്ട് എന്നാലും പാസ്റ്ററിനെ വിളിച്ചു കളയും. അപ്പൊ ആരെ അറിയുകയല്ലാത്തത്? പാസ്റ്റർ ആണെന്ന് ആരെ അറിയുകയല്ലാത്തത്? എവിടെ ഒളിച്ചു പോകാനാ? ധൈര്യമാണ്. ഒരു ദൈവദാസനാണെന്നുള്ള ധൈര്യമാണ്. എന്തിനാ മടിക്കുന്നേ? എന്തിനാ പേടിക്കുന്നേ? നീ ഒരു ദൈവവൈതലാണെന്നുള്ളതിൽ അഭിമാനിക്കുന്നുണ്ടോ കുഞ്ഞാനെ? അത് ഒളിച്ചും പാത്തുമാണോ നടക്കുന്നേ? ആണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ മുദ്രയിട്ടിരിക്കുക. നീ ഒറിജിനലാ. അതാ മുദ്രയുടെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, പരിശുദ്ധാത്മാവാണ് പിന്നെ വീണ്ടെടുപ്പിന്റെ നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നതെങ്കിൽ അതുവരെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നിന്നെ തൊടാൻ അനുവാദമില്ല. വിശ്വസിക്കുന്നോ? സ്വർഗീയ ദൂതന്മാരെ കാവൽ നിർത്തിയേക്കാവും ഞാൻ. ദൈവം അനുവദിക്കാതെ ഒരു വ്യക്തി, ഒരു ശക്തി നിന്നെ തൊടുകയില്ല കേട്ടോ. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഒരു കൂടോത്രവും ഒരു ആഭിചാരവും നിനക്ക് ഭരിക്കുകയില്ല. നീ മുദ്രയിടപ്പെട്ട വ്യക്തിയാ. അതുകൊണ്ട് ഈ ആത്മനിറവിന്റെ അഭിഷേകം നീ പ്രാപിക്കണോ നീ പറയുന്നത്? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലാണോ നീ? അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവൈതലാണോ നീ? ആണെങ്കിൽ കുഞ്ഞാൻ നീ അഭിഷിക്തനാണ്. യേശു ക്രിസ്തുവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നിന്റെ മരണം വരെ മറ്റൊരു ശക്തി
നിന്നെ തോടാൻ, നിനക്ക് ആപായം വരുത്താൻ, നിനക്ക് അപകടം വരുത്താൻ ദൈവം അനുവദിക്കുക. ഇത് അഭിഷേകത്തിന്റെ അർത്ഥം. അതാണ് പരിശുദ്ധാത്മ മുദ്രയുടെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഒരു ധൈര്യം അങ്ങോട്ട് വരട്ടമേ, ഹൃദയത്തിൽ ഇത് അങ്ങോട്ടൊന്ന് കേറിക്കേ. നമ്മളേതാണ്ട് ഊഹാമോഹം പറയുകയല്ല, ഇത് വേറെ പുസ്തകത്തിലെ വാക്യം വെച്ച് വ്യാഖ്യാനിക്കുക. പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് ഇത്ര തന്റെ ഇടം, ഇത്ര ധൈര്യം നമുക്ക് തരുന്നത്. ഇതിലായോ കഴിഞ്ഞകാല ദൈവമക്കൾ, പിതാക്കന്മാർ, അപ്പോസ്തലന്മാരെ ഒക്കെ നോക്കിക്കേ. അവരുടെ ധൈര്യം കാണുകയാലും എന്താ അവരുടെ ധൈര്യം അല്ലേ? ആൾക്കൂട്ടം ഇളകി വന്നപ്പോഴും പൗലോസും അപ്പോസ്തലന്മാരും ഒന്നും അത് കണ്ട് വേറണ്ടില്ല. സുവിശേഷത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് അവർ നിവരെ നിന്നു. കൊല്ലാൻ അധികാരമുള്ളവരാണ് അവർക്ക് മുൻപിൽ നിന്ന് അവരെ വിസ്തരിച്ചത്. പേടിച്ചില്ല. കാരണം അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എന്റെ വീണ്ടെടുപ്പിന്റെ നാളിലേക്ക് ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുക. ഇത് തൊടാൻ ദൈവം അനുവദിക്കുകയല്ല. അതാ പരിശുദ്ധാത്മ മുദ്ര, മുദ്രയുടെ ലക്ഷ്യം. ആ മുദ്രയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അപ്പൊ ആത്മനിറവ് പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറച്ചോണം, യു ആർ സീൽഡ്. നീ മുദ്രയിടപ്പെട്ടതാണ്. യു ആർ സീൽഡ്. നീ മുദ്രയിടപ്പെട്ടതാണ്. ഭയപ്പെടരുത് കേട്ടോ. ധൈര്യത്തോടെ ദൈവസന്നിധി നിൽക്കണം. യു ആർ സീൽഡ്. ഇനി ഞാനതൊന്ന് നിർത്തുകയാണ്. അതും നിങ്ങള് ഒരു നല്ല ദൈവശാസ്ത്ര പുസ്തകം വാങ്ങിച്ച് കുറേയും കൂടെ വിശദമായിട്ട് അതിനകത്ത് പറയാം. അങ്ങനെ പറഞ്ഞു പോകാൻ നേരമില്ല. അതിന്റെ പിരിവുകളൊക്കെ പറഞ്ഞു പോകാൻ നമുക്ക് നേരമില്ല. ഞാൻ അതിന് ഉദ്ദേശിക്കുന്നുമില്ല. അടുത്തത് പരിശുദ്ധാത്മ അച്ചാരം. പരിശുദ്ധാത്മ അച്ചാരം 2 കൊരിന്ത്യർ 1:22 വായിച്ചേ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് മുദ്രയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അവിടെ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. എന്നത് ഈ അച്ചാരം ഇപ്പൊ അധികം ഉപയോഗിക്കുന്ന ഒരു പദമല്ല. മലയാളം പണ്ട് ഉപയോഗിച്ചിരുന്നത് അച്ചാരം, അമ്മിണി, ഓശാരം, ഓമനെന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടങ്ങനെ ഒരു സിനിമ പേരുണ്ടായിരുന്നു. സിനിമയുണ്ടെന്ന് പറയാൻ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ സിനിമ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ചാരം, അമ്മിണി. അച്ചാരം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇംഗ്ലീഷിൽ ഏണസ്റ്റ് എന്ന കേട്ടോ. ഏണസ്റ്റ് എന്ന് പറഞ്ഞ അരബോൺ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. അഡ്വാൻസ് എന്ന് പറയാം. വേണേ അഡ്വാൻസ്. നമ്മള് വേറൊരു പദം പറയാം, ഡൗൺ പേയ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതാ ഇപ്പൊ അത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഡൗൺ പേയ്മെന്റ്. നിങ്ങളെ ഒരു വസ്തു വാങ്ങിക്കണേ, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കണം. നിങ്ങൾ ചെന്ന് കണ്ടു, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, തുക പറഞ്ഞു ഒത്തു, വിലപേശലൊക്കെ കഴിഞ്ഞു, അങ്ങോട്ടും തുകയൊക്കെ പറഞ്ഞു, നമ്മൾ വിലപേശൽ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തുക അഡ്വാൻസ് കൊടുക്കും. അല്ലേ? അതാ ആചാരം. അതിന് അച്ചാരം കൊടുക്കുക എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. മലയാളം പദം അധികം ആളുകൾ ഉപയോഗിക്കാം. അഡ്വാൻസ് കൊടുത്തു ഇംഗ്ലീഷിൽ അല്ലേ? എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തകുതി കൊടുക്കുക എന്നാണല്ലേ പറയുന്നത് സാറേ? തകുതി ഇല്ലേ? ഞാൻ തിരുവനന്തപുരത്ത് കുറെ വർഷം ഉണ്ടായിരുന്നേ. ഞാൻ പഠിച്ചത്, ഡിഗ്രി ഒക്കെ പഠിച്ചത് തിരുവനന്തപുരത്താണ് കേട്ടോ. അത്യാവശ്യമൊക്കെ അറിയാം. അഡ്വാൻസ്, തകുതി കൊടുക്കുക. അഡ്വാൻസ് കൊടുത്തു. ഈ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പാ. എന്നതാ ഉറപ്പ്? ഞാൻ എന്തിനാണോ അഡ്വാൻസ് കൊടുത്തത്, കൊടുത്തത് വീടാകട്ടെ പറമ്പാകട്ടെ, അത് എനിക്കു തന്നെ കിട്ടും. ആണോ? തന്നവനും ഉറപ്പാ. എന്താണെന്നറിയാവോ? ബാക്കി കൊണ്ടുവന്ന് ഇത്
വാങ്ങിച്ചോളും. ഇതിനിടയ്ക്ക് വേറെ കച്ചവടം വന്ന അവനോട് ഇടപാട് നടത്തുകയില്ല. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ വന്നാലും അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നതും രേഖ എഴുതിയ അല്ലെ, എത്ര രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയിരിക്കുന്നു എന്നും പറഞ്ഞാൽ നമ്മൾ രേഖ എഴുതി കൊടുക്കുന്നത്. അതുകൊണ്ടത് രേഖയാ. അത് ലംഘിച്ചാൽ നമുക്കൊണ്ട് കേസ് കൊടുക്കാം. കേസ് കൊടുത്താൽ നമുക്ക് അനുകൂലമായിട്ടേ വിധിക്കും. അഡ്വാൻസ് കൊടുക്കുന്നത് ഒരു ഉറപ്പാ. എന്താണെന്നറിയാമോ? മുഴുവനായിട്ട് പിന്നെ അങ്ങ് എടുത്തോളാം. അതല്ലേ അതിന്റെ അർത്ഥം അല്ലേ? മുഴുവൻ തന്ന് ബാക്കി പിന്നെ പറയുന്ന സമയത്ത് തന്നെ എടുത്തോളാം. അങ്ങനെയാണെങ്കിലേ കുഞ്ഞെ, നീ രക്ഷിക്കപ്പെട്ടില്ലേ? ആത്മനിറവ് പ്രാപിച്ചിട്ടില്ലേ? ഈ ആത്മാവ് എന്ന് പറയുന്നത് ദൈവം നിനക്ക് തന്നെ അഡ്വാൻസാ. നീ ഉറച്ചോണം. കർത്താവിന്റെ വരവിൽ നിന്നെ പൂർണ്ണമായിട്ട് അവൻ അങ്ങ് എടുക്കുമെന്നുള്ളതിന്റെ തെളിവാണ് കേട്ടോ. ഇപ്പോഴും ചിലർക്ക്, ചില ദൈവമക്കൾക്ക് വിശ്വാസമില്ല ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് അല്ലേ. ഞാനങ്ങ് നിത്യനിശ്ചയം ഞാനങ്ങ് ചെല്ലുവോ? എന്റെ ഭാഷയിൽ ഞാന് എന്നെ പോലുള്ളവരങ്ങ് പോവുമോ? എന്റെ മോനെ, ഞാൻ ഈ ആത്മനിറവ് പ്രാപിച്ചതാണോ? പ്രാപിച്ചതാണെങ്കിൽ അത് നിനക്ക് ഉറപ്പുള്ളൊരു അഡ്വാൻസ് ആണ്. കർത്താവ് തന്റെ വരവിൽ നിന്നെ എടുത്തുകൊള്ളും, പൂർണ്ണമായിട്ട് അങ്ങ് സ്വീകരിക്കും. ഇനി ഭയപ്പെടണോ? അതുകൊണ്ട് ഇപ്പോഴും ഞാൻ സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ളത് പേടിച്ചും പാത്തും ഒന്നും നടക്കണ്ട കേട്ടോ. കുറയ്ക്കാം. നീ ആത്മനിറവ് പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ പറയാം, യേശുവിന്റെ വരവിൽ ഞാൻ എടുത്തുകൊള്ളപ്പെടും. ധൈര്യത്തോടെ പറ. അത് മരണവീട്ടിൽ വെച്ച് മാത്രം പറയേണ്ടതല്ല, ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും പറയണം, ഇന്നെന്റെ കർത്താവ് വന്നാൽ ഞാൻ എടുത്തുകൊള്ളപ്പെടും. തെളിവുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ആത്മനിറവ് പ്രാപിച്ചവനാ. ആത്മാവെന്ന അച്ചാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആത്മാവെന്ന അഡ്വാൻസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അഡ്വാൻസിന്റെ ബാക്കിയും കൂടെ തന്നങ്ങ് എടുക്കുന്ന ദിവസം വരും. തീർച്ചയാണെന്ന് കേട്ടോ. അതുകൊണ്ട് ഞരങ്ങി മൂളിയൊന്നും ക്രിസ്തീയ ജീവിതം നയിക്കണ്ട. ധൈര്യത്തോടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറും. ഈ പലർക്കും ആത്മനിറവില്ലാതെ പോകുന്നതാണ്.